ഹായ് ഓൾ, വെൽക്കം ടു ട്രൂ ആൻഡ് മാത്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. എൻ്റെ പേര് സതീഷ് മേനോൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ബൈ സെല്ലിംഗ് 12 oranges for ₹60, a man loses 25%. The number of oranges he has to sell for ₹100 to get 25% gain is dash. ഓക്കെ, ആദ്യം നമുക്ക് ചോദ്യം ഒന്ന് മനസ്സിലാക്കാം. 12 ഓറഞ്ചസ് ബൈ സെല്ലിംഗ് 12 oranges for ₹60, a man loses 25%. 60 രൂപയ്ക്ക് 12 ഓറഞ്ചുകൾ വിറ്റപ്പോൾ അയാൾക്ക് അവിടെ 25% ലോസ് ആണെന്നാണ് പറയുന്നത്. അതായത് ഈ 60 രൂപയെക്കാളും 25% കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ദി നമ്പർ ഓഫ് ഓറഞ്ചസ് ഹി ഹാസ് ടു സെൽ ഫോർ ₹100 ടു ഗെറ്റ് 25% ഗെയിൻ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ കോസ്റ്റ് പ്രൈസ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം, സെല്ലിംഗ് പ്രൈസ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ അയാൾ 100 രൂപയ്ക്ക് അയാൾ എത്ര ഓറഞ്ചുകൾ വിറ്റാലാണ് അയാൾക്ക് അവിടെ 25% ലാഭം കിട്ടുക എന്നാണ് ചോദ്യം വരുന്നത്. നമുക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നത് വഴി തന്നെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് എന്താണോ അത് നമുക്ക് പതുക്കെ ഒന്ന് എഴുതി പോവാം. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ, 12 ഓറഞ്ചസിന്റെ. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഓഫ് 12 ഓറഞ്ചസ് ഇസ് ഈക്വൽ ടു ₹60. അങ്ങനെയാണെങ്കിൽ ഈ 12 ഓറഞ്ചസിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? 12 ഓറഞ്ചസിന്റെ കോസ്റ്റ് പ്രൈസ്. നോർമലി കോസ്റ്റ് പ്രൈസ് തന്നിട്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് കാണാറ് അല്ലേ. സെല്ലിംഗ് പ്രൈസ് തന്നിട്ട് കോസ്റ്റ് പ്രൈസ് കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എടുക്കുക, 60 എടുത്തു, ഇൻറ്റു കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ എന്തെടുക്കും? 100 എടുക്കും. ഇനി ഇവിടെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ മുകളിൽ വേണം നമ്മൾ എന്തെടുക്കാനായിട്ട്? 100 എടുക്കാനായിട്ട്. അപ്പൊ 60 ഇൻറ്റു 100. ഓക്കെ, അപ്പൊ മുകളിൽ. ഓക്കെ, 100 ഡിവൈഡ് ബൈ താഴെ എന്താണ് എടുക്കേണ്ടത്? 25% ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ 100% ആണ് ബേസ് എങ്കിൽ പ്രോഫിറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ 100ന്റെ കൂടെ നമ്മളെ ആ പെർസെൻറ്റേജ് കൂട്ടി കൊടുക്കണം നമ്മൾ. ഇവിടെ ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ 100ൽ നിന്ന് 25 കുറയുകയാണ് അല്ലെ. കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് വന്നു? 75 എന്ന് പറഞ്ഞ് എഴുതിയല്ലോ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ കോസ്റ്റ് പ്രൈസ് കിട്ടും എന്നുള്ളതാണ്. വെട്ടിക്കളയാം. 100 25 വെച്ചൊക്കെ വെട്ടാം അല്ലെ. 4 പ്രാവശ്യം പോകുമ്പോൾ 75 25 വെച്ച് വെട്ടി കഴിഞ്ഞാൽ 3 പ്രാവശ്യം വന്നു. 3 60 വെട്ടുമ്പോൾ 20 20 × 4 എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 12 ഓറഞ്ചുകളുടെ സെല്ലിംഗ് പ്രൈസ് 60 രൂപയാണ്. 12 ഓറഞ്ചുകളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 80 ആണ്. ഇനി അയാൾക്ക് ഇതേ 12 ഓറഞ്ചിൽ തന്നെ അയാൾക്ക് 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ടു ഗെറ്റ് 25% പ്രോഫിറ്റ് 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ ഇത് എത്ര രൂപയ്ക്ക് വിൽക്കണം? അപ്പം അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 80 രൂപയാണ് ഈ 12 ഓറഞ്ചുകളുടെ കോസ്റ്റ് പ്രൈസ് വരുന്നത്. 25% പ്രോഫിറ്റിൽ വിൽക്കണം അല്ലേ. അപ്പൊ കോസ്റ്റ് പ്രൈസിന് സെല്ലിംഗ് പ്രൈസിലേക്ക് പോകുന്നെങ്കിൽ ബേസ് ആണ് 100 വരിക, പ്രോഫിറ്റ് ആണ്. അപ്പോൾ 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിന്റെ കൂടെ 25 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 125 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ 25% ലാഭം കിട്ടാനായിട്ട് അയാൾ ഈ 12 ഓറഞ്ചുകൾ എത്ര വിലയ്ക്കാണ് വിൽക്കണം? നമുക്കിവിടെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. ഇപ്പൊ 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വന്നു, 25 4 വന്നു, 4 80 20 വിച്ച് ഈസ് ഈക്വൽ ടു 100. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? 12 ഓറഞ്ചുകൾ അയാൾ 60 രൂപയ്ക്ക് വാങ്ങി, അയാൾക്ക് അവിടെ 25% ലോസ് ആണ്. ഇനി ആ 12 ഓറഞ്ചുകൾ അയാൾ 60 രൂപയ്ക്ക് വിറ്റു, അയാൾക്ക് അവിടെ 25% ലോസ് ആണ്. അയാൾ 12 ഓറഞ്ചുകൾ അയാൾ 80 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അതാണ് 25% ലോസ് വരുന്നത്. ഇനി ചോദ്യത്തിൽ പറയുന്നത് 25% ലാഭം കിട്ടാനായിട്ട് അയാൾ എന്ത് ചെയ്യണം? ആ 80 രൂപ വിലയുള്ള ആ 12 ഓറഞ്ചസ് അയാൾ എത്ര രൂപയ്ക്ക് അയാൾ വിൽക്കണം? അയാൾ 100 രൂപയ്ക്ക് വിറ്റാലാണ് അയാൾക്ക് അവിടെ 25% പ്രോഫിറ്റ് കിട്ടുക. ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ എത്രയാണോ ഓറഞ്ചസിന്റെ നമ്പർ കാണാൻ പറയുകയാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 100 രൂപയ്ക്ക് അയാൾ എത്ര ഓറഞ്ചസ് വിൽക്കണം എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ യാദൃച്ഛികമായിട്ട് എന്ത് കിട്ടി? നമുക്ക് 100 രൂപ സെല്ലിംഗ് പ്രൈസ് കിട്ടി എന്നുള്ളതാണ് അല്ലേ. എത്ര ഓറഞ്ചസിന്റെ? 12 ഓറഞ്ചസിന്റെ സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണെങ്കിൽ അയാൾക്ക് അവിടെ എത്ര ലാഭം കിട്ടിയിരിക്കും? അയാൾക്ക് അവിടെ 25% ലാഭം കിട്ടിയിരിക്കും.
അപ്പോൾ ഓറഞ്ചസിന് എണ്ണം കാണാൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ആൻസർ ഓപ്ഷൻ സി 12 ആണ് അല്ലേ? കാരണം 12 ഓറഞ്ചസിന് സെല്ലിംഗ് പ്രൈസ് അല്ലേ 100 രൂപ വരുന്നത് 25% പ്രോഫിറ്റ് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്താം. നമ്മൾ ഇനിയിപ്പോൾ അഥവാ ഈ 100 എന്നുള്ള എമൗണ്ട് അല്ല, ഇപ്പം 50 ആണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ തന്നിരിക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്ത് പോകാം. നമുക്ക് ഇപ്പം 50 രൂപ 12 ഓറഞ്ചസിൻ്റെ സെല്ലിംഗ് പ്രൈസ് 50 രൂപയാണെങ്കിൽ 100 രൂപ ആവാനായിട്ട് എത്ര നാൾ സെല്ല് ചെയ്യണ ആൾ 12ന്റെ ഇരട്ടി 24 സെല്ല് ചെയ്യണം. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എ വെണ്ടർ സെൽസ് ലെമൺ അറ്റ് ദ റേറ്റ് ഓഫ് 5 for 40, ഗെയിനിങ് ദെയർ ബൈ 40%. ഫോർ ഹൗ മച്ച് ഡിഡ് ഹി ബൈ എ ഡസൻ ലെമൺസ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അതായത് എ വെണ്ടർ സെൽസ് ലെമൺ. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് 5 ലെമൺ? 5 ലെമണിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 14 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ? 5 ലെമണിന്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? 14 എമൗണ്ട് അങ്ങനെ എഴുതണം ഇൻറ്റു ബേസ് ആയിട്ട് വരുന്നത്. നേരത്തെ കോസ്റ്റ് പ്രൈസിന് സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ബേസ് 100 ആണ് വരിക. ഇവിടെ എന്താണ് വരിക? ഇവിടെ മുകളിലാണ് ഡിനോമിനേറ്ററിലാണ് 100 വരേണ്ടത് അല്ലേ? 100 എടുത്തു ഡിവൈഡഡ് ബൈ ഇനി എന്ത് വരുന്നു? താഴെ എന്താണ് വരേണ്ടത്? 40% പ്രോഫിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ ബേസ് 100 ആണെങ്കിൽ 40% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 100 + 40 അഥവാ 140 എടുക്കണം. അപ്പൊ 14ന്റെ 100/140 ആയിരിക്കും നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഇതിന്റെ ആൻസർ വരുന്നത് വെട്ടിക്കളയാം. 14 140 നമുക്ക് 10 പ്രാവശ്യം 10 100 10. ഓക്കെ, അപ്പൊ ഇവിടെ 10 രൂപയാണ് കോസ്റ്റ് പ്രൈസ് വരുന്നത്. ഇവിടെ ലാഭത്തിലാണ് അയാൾ വിൽക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസിനേക്കാൾ കൂടുതലായിരുന്നു കോസ്റ്റ് പ്രൈസ്. ഇവിടെ സെല്ലിംഗ് പ്രൈസിനേക്കാൾ താഴെയാണ് കോസ്റ്റ് പ്രൈസ്. കാരണം അയാൾക്ക് കച്ചവടത്തിൽ ലാഭമാണ് ഉണ്ടാവുന്നത്. അപ്പൊ 5 ലെമണിന്റെ കോസ്റ്റ് പ്രൈസ് 10 രൂപയാണ്. 5 ലെമണിന്റെ സെല്ലിംഗ് പ്രൈസ് 14 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി ബൈ എ ഡസൻ ലെമൺസ് എന്നാണ് പറയുന്നത് അല്ലേ? 5 ലെമണിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് 10 രൂപ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലെമണിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് മക്കളെ? ഒരു ലെമണിന്റെ കോസ്റ്റ് പ്രൈസ് ഓഫ് 1 ലെമൺ എത്രയാണ്? 5 ലെമന് 10 രൂപയാണെങ്കിൽ ഒരു ലെമൺ എത്രയായിരിക്കും? 10/5 വിച്ച് ഈസ് ഈക്വൽ ടു ₹2 ആയിരിക്കും അല്ലേ? ഒരു ലെമണിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അയാൾക്ക് വാങ്ങേണ്ടത് എത്രയാണ്? 12 എണ്ണമാണ് വാങ്ങേണ്ടത് അല്ലേ? ഒരു ഡസൻ ആണ് വാങ്ങേണ്ടത്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ? അപ്പൊ 12 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 12 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 24. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണ് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റിനോട് നോക്കാം. ബൈ സെല്ലിംഗ് 90 ബോൾ പെൻസ് ഫോർ ₹160, എ പേഴ്സൺ ലൂസസ് 20%. The number of ball pens which should be sold for ₹96 so as to have a profit of 20%. നമ്മൾ ആദ്യം ചെയ്ത ഒരു പ്രോബ്ലമായിട്ട് സാമ്യമുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഓരോ സ്റ്റെപ്സും ഞാൻ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. ബൈ സെല്ലിംഗ് 90 ബോൾ പെൻസ്, അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് 90 പെൻ എത്രയാണെന്ന് പറയണവര്? അവർ പറയുന്നത് 160 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്ക് അവിടെ 20% അയാൾക്ക് അവിടെ നഷ്ടം സംഭവിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് പ്രൈസ് ഓഫ് 90 പെൻ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 160 ഇൻറ്റു ഞാൻ എന്താ പറഞ്ഞേ? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസിലേക്ക് പോകുമ്പോൾ എപ്പോഴും മുകളിൽ എന്താ വരണ്ടേ? 100 വരണം. ഡിവൈഡ് ബൈ താഴെ എന്താ വരണ്ടേ? ലോസ് ആണെങ്കിൽ നമ്മൾ 100 നിന്ന് നമ്മൾ കുറയ്ക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ 100ന്റെ കൂടെ നമ്മൾ കൂട്ടണം. ഇവിടെ നമുക്ക് ലോസ് ആണ് വന്നിരിക്കുന്നത്. 20% ലോസ് ആണ്. 100 നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 80 എന്ന് പറഞ്ഞ് കിട്ടി. 80 ഞാൻ എഴുതി. ഇനി 80 160 എത്ര വർഷം 2 2 × 100 എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 90 പെന്നിന്റെ കോസ്റ്റ് പ്രൈസ് 200 ആണ്. 90 പെന്നിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 160 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി സോൾഡ് ഫോർ ₹96 സോ ആസ് ടു ഹാവ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഓക്കെ, ഇപ്പൊ 20% പ്രോഫിറ്റ് കിട്ടാനായിട്ട് അയാൾ എത്ര പേന വിൽക്കണം എന്നാണ് അയാളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സെല്ലിംഗ് പ്രൈസ് ഓഫ് 90 പെൻ അപ്പൊ എത്രയായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു 200 രൂപയാണ് കോസ്റ്റ് പ്രൈസ്, 90 പെന്നിന്റെ. അപ്പൊ അതിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടാം? നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടും അല്ലെ? അപ്പൊ 200ന്റെ 120% ആയിരിക്കും എന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ 200ന്റെ 120% ആയിരിക്കും അതിന്റെ സെല്ലിംഗ് പ്രൈസ്, വിച്ച് ഈസ് ഈക്വൽ ടു വെട്ടിക്കളയാം നമുക്ക് 240.
ഓക്കെ, അപ്പൊ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 200 രൂപ വിലയുള്ള പേനകൾ അയാൾ 240 രൂപയ്ക്ക് അയാൾ വിൽക്കണം. ഓക്കെ, 240 രൂപയ്ക്ക് അയാൾ വിൽക്കുന്നത് എത്ര പെന്നാണ് വിൽക്കണത്? അയാൾ 90 പെന്നാണ് അയാൾ 240 രൂപയ്ക്ക് അയാൾ വിൽക്കണേ അല്ലേ. അപ്പൊ ഇവിടെ അവർ പറഞ്ഞത് എന്താ, 240 ഒന്നും ഇല്ല, ആകെ 96 രൂപയുള്ളൂ. അങ്ങനെ 96 രൂപയ്ക്ക് വിൽക്കാനാണെങ്കിൽ അയാൾക്ക് എത്ര പേനയാണ് വിൽക്കാൻ പറ്റുക എന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. അപ്പൊ 240 രൂപയ്ക്ക് 90 പെൻ വിൽക്കാമെങ്കിൽ 96 രൂപയ്ക്ക് എത്ര പേന അയാൾക്ക് വിൽക്കാനായിട്ട് പറ്റും? അത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞെടുക്കാം അല്ലേ. അപ്പൊ എന്ത് വന്നു, നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 96 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 240 എന്ന് പറഞ്ഞു വരും. വന്നേ, ഇനി വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഈ 0 വെട്ടി, ഈ 0 വെട്ടി, 24 96 4 പ്രാവശ്യം പോയി, 4 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 96 രൂപയ്ക്ക് അയാൾക്ക് വിൽക്കണമെങ്കിൽ 20% ലാഭത്തോടു കൂടി വിൽക്കണമെങ്കിൽ അയാൾക്ക് എത്ര പേന അയാൾക്ക് വിൽക്കാനായിട്ട് പറ്റും? അയാൾക്ക് 36 പേന വിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് കമ്പൈൻ ചെയ്യുക. ഈ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നോർമൽ മെത്തേഡിലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന മെത്തേഡ്സിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഷോർട്ട് കട്ട്സ് ആണ് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് ഒരു സ്റ്റെപ്പിൽ നിന്ന് വേറെ സ്റ്റെപ്പിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സെഷനുമായിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരെയ്ക്കും താങ്ക് യു, ടാറ്റ, ബൈ ബൈ.